ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ചെമ്മീൻ, വെള്ളച്ചെമ്മീൻ. ഇത്ര വലിപ്പമുള്ളോ? ചെമ്മീൻ നല്ല ചെമ്മീനാണ്. പിന്നെ ഒരു 250 ഗ്രാം ചെമ്മീനാണ് കിട്ടിയത്. അത് കൂട്ടാൻ വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ വറ്റ 300 ഗ്രാമിൻ്റെ ഒരു വറ്റ, അത് വറക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ചെമ്മീനും ഈ പച്ചയും കൂടിയിട്ട് 150 രൂപയ്ക്ക് കിട്ടി ഞങ്ങൾക്ക്. 150 രൂപയ്ക്ക്. അപ്പോൾ ഇത് കൂട്ടാനും വെക്കാതെ വറക്കുകയും ചെയ്യാം. വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മുളക് വരട്ടാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളകും പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പരട്ടി വയ്ക്കും. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ പീസ് തക്കാളി തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ സത്തും കൂടി ചേർത്തിട്ട് പരട്ടി വയ്ക്കും. അങ്ങനെ മുളക് പറ്റി വെച്ചു. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വറുക്കാം. അങ്ങനെ മീൻ പൊരിച്ചെടുക്കാം. പാൻ ചൂടായി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരേ കഷ്ണം ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരാം. ഇനി നമുക്ക് മീൻ വറുത്തിടാം. നമ്മൾ മീൻ മറിച്ചിട്ടിട്ട് അതിൽ ചതുരത്തിലരിഞ്ഞ സബോള ചതുരത്തിലരിഞ്ഞത് ഒരു കഷ്ണം പകുതി, ക്യാപ്സിക്കം ചതുരത്തിലരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മീൻ വറുത്തിട്ട് അതൊരു മീൻ ചില്ലി പോലെ ആക്കാനാണ്, അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ട് വാടിയിട്ടുണ്ട്, സബോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്, മീൻ വെന്തിട്ടുണ്ട്, മീൻ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സോസ് ചേർക്കാം. ചില്ലി സോസ്, ഒരു തുള്ളി സോയ സോസ്, പിന്നെ ടൊമാറ്റോ സോസ്. പിന്നെ ടൊമാറ്റോ സോസും ചില്ലി സോസും ഉണ്ട്. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇവിടെ സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് മീൻ്റെ മീതയ്ക്ക് ഒന്ന് ഇതിൽ പരട്ടിയെടുക്കണം. അങ്ങനെ വറ്റമീൻ ഉപയോഗിച്ച് വറ്റമീൻ വറുത്ത് നമ്മൾ ഫിഷ് ചില്ലി ആക്കിയിട്ടുണ്ട്. അതിന് ക്യാപ്സിക്കം, സവാള എല്ലാം ചേർത്തിട്ടുണ്ട്, സോസ് ചേർത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇത് കണ്ടോ, നല്ല രസമല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യാം. എപ്പോഴും നമ്മൾ പൊരിച്ചെടുത്തിനാണ്. അപ്പോൾ അതുപോലെ അത് ചില്ലി പോലെ ഒന്ന് ആക്കി ഏത് മീനായാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പറ്റിയാണ് ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.